നമസ്കാരം. നമസ്തേ. യുദ്ധം, അതായത് ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. നമ്മൾ നേരത്തെ കണക്കൂട്ടിയ പോലെ ഒന്നുള്ള കാര്യങ്ങൾ പോകുന്നത് അതിരുവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയെ മൊത്തം ബാധിച്ചിരിക്കുന്നു, മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ടായ തന്ത്രങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും യുദ്ധം ഇപ്പോൾ ഒരാഴ്ചയോളം പിന്നിടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ആ ഒരു ഭീകരതയിലേക്ക് യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, ശ്രീലങ്കയുടെ തീരത്ത് വരെ യുദ്ധം എത്തി. അതുപോലെ തന്നെ പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലൊക്കെ യുദ്ധം എത്തി. പശ്ചിമേഷ്യ ആകെ, അതായത് സൗദി, ഖത്തർ, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, എല്ലാ രാജ്യങ്ങളിലും ഈ യുദ്ധത്തിന്റെ, ഒമാന്, എല്ലായിടത്തും ഈ യുദ്ധത്തിന്റെ കെടുതികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കാർ തന്നെ ഇപ്പം ഒമാനിൽ ഒരു പോർട്ടിൽ ഡോക്ക് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായതിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചിരുന്നു. 10ഓളം ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു. അപ്പോൾ യുദ്ധത്തിന്റെ ഒരു തലം വ്യത്യസ്തമാവുകയാണ്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും വേഗത്തിൽ യുദ്ധത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് രണ്ട് തന്ത്രങ്ങളാണ് രണ്ടുപേരും പ്രയോഗിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇറാന്റെ നാവിക സേനയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു, ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഷയം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ, വൈദ്യുതി ലൈനുകൾ, വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ, പിന്നെ ഈ പെട്രോളിയം റിഫൈനറികൾ, ഇതൊക്കെയാണ് ഇസ്രായേലും അമേരിക്കയും ടാർഗറ്റ് ചെയ്യും. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇറാൻ ഗൾഫിലെ കുടിവെള്ള പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്തും എന്നൊരു വാർത്തയാണ്, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ജലദൗർലഭ്യമുള്ള രാജ്യങ്ങളാണ്. അവിടെയൊന്നും തന്നെ സ്വാഭാവികമായിട്ടും വെള്ളമില്ല. പിന്നെ എങ്ങനെയാണ് അവർ ജലമുണ്ടാക്കുന്നത്, കുടിവെള്ളം ഉണ്ടാക്കുന്നത്? അത് ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെയാണ്. അതായത് സമുദ്രജലം ശുദ്ധീകരിച്ചിട്ടാണ് അവിടെ കുടിവെള്ളം ഉണ്ടാകുന്നത്. വലിയ ചെലവേറിയ ഒരു പ്രോസസ്സാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞത്. കാരണം ഇപ്പൊ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ ഒക്കെ കുടിവെള്ളം കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് അവിടെ തന്നെ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അത് അത്തരം പ്ലാന്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഗൾഫില് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഇന്ത്യക്കാരെയും വലിയ ബുദ്ധിമുട്ടിലേക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയേക്കാം. ഇത് എത്രത്തോളം ഈ ഒരു സിവിലിയൻ ഫെസിലിറ്റീസിനെ ആക്രമിക്കുന്ന പരിപാടിയിലേക്ക് ഇറാൻ പോകും എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. കാരണം അവിടെ ഇറാനിലും ഭിന്നാഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക ആകട്ടെ, ഈ അമേരിക്ക നമ്മൾ പറയുമ്പം അതൊരു സഖ്യമാണ്. അവര് ടെഹ്റാനിലെ റിഫൈനറികൾ, അതുപോലെ തന്നെ പിന്നെ വൈദ്യുതി ഉൽപാദന പ്ലാന്റുകൾ, ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ട് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു സാധാരണ ജനങ്ങൾക്ക് വലിയ ഭീകരത സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. അതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥ. അതിലേക്ക് സാധാരണഗതിയിൽ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തോടൊക്കെ അടുക്കുമ്പോഴാണ് എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ യുദ്ധത്തിന്റെ രൂക്ഷത എങ്ങനെയാണ്. അമേരിക്ക ഇപ്പോൾ അതുപോലെ തന്നെ ഇറാനെ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമായിട്ടും ഇറാന്റെ നാവിക സേനയെ അമേരിക്ക തകർക്കുക. അമേരിക്കയുടെ അവകാശവാദം അനുസരിച്ച് അവർ 40ഓളം കപ്പലുകൾ, ഇറാന്റെ 40ഓളം കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ തകർത്തു എന്നാണ്. അതായത് വലിയ ഇത് മാത്രമല്ല, ബോട്ടുകളൊക്കെ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇറാൻ ഇറാൻ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു ഫ്രിഗേറ്റും, ആ ഫ്രിഗേറ്റിന് സമുദ്രത്തിൽ വെച്ച് തന്നെ ഇന്ധനം നൽകിക്കൊണ്ടിരുന്ന മറ്റൊരു ഓയിൽ ടാങ്കറും, രണ്ടും അമേരിക്കയുടേതാണ്, രണ്ടും തകർത്തതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. അവരതിനെ ഈ കറുത്ത പുകച്ചുരുൾ ഉയരുന്ന ചില വീഡിയോകളൊക്കെ
റിലീസ് ചെയ്തിട്ടുണ്ട്. സെൻകോം എന്ന് പറയുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കുന്നത്. സെൻട്രൽ കമാൻഡ് പക്ഷെ അത് നിഷേധിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ ടാങ്കറിന് നേരെ ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാങ്കർ അല്ല, അത് പിന്നെ എണ്ണയും വഹിച്ച് ആ പ്രദേശത്തൂടെ പോകുന്ന ടാങ്കർ ആണെന്നുള്ളത്. പിന്നീട് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഗൾഫ് ഹോർമൂസ് പിന്നെ കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും അവരെ തടസ്സപ്പെടുത്തി എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ത്യയിലേക്ക് എണ്ണയുമായി വരുന്ന കപ്പലുകൾ അവർ തടയില്ല എന്നും ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഇതൊക്കെ പ്രായോഗികമാകും, ചിലപ്പോൾ ഒരു കപ്പൽ വരുമ്പോഴായിരിക്കും ഒരു മിസൈൽ വരുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും മുഖ്യമായിട്ടും ഈ ഉപരോധം ലക്ഷ്യം വെക്കുന്നത് യൂറോപ്പിനെയും അമേരിക്കയുമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ മറ്റൊരു പ്രതിസന്ധി ഉണ്ട്, ക്ഷമിക്കണം, ഇറാനില്. കാരണം അവിടെ ഇറാനില് ഇപ്പോ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ കുറച്ച് സമാധാനത്തിന്റെ ഒരു വഴിയിലേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹം സമീപ രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. ഇറാനിൽ പ്രസിഡന്റിന് വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം പരമാധികാരം അയത്തുള്ള എന്ന പദവിയിലെത്തുന്ന മതപുരോഹിതനാണ്. ഇപ്പൊ അയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് രാവിലെ വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബായ ആയിരിക്കും ഇനി ഇറാന്റെ പരമോന്നത നേതാവ് എന്നുള്ള സൂചനകളാണ് ഇന്ന് രാവിലത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടത്. അദ്ദേഹത്തിനെ ഒരല്പം ആശങ്കയോടെയാണ് മധ്യപൂർവ്വ ഏഷ്യ ഈ വാർത്ത ശ്രദ്ധിച്ചത്. എന്തെന്നാൽ മൊജ്തബ ഒരു ഹാർഡ് ലൈനറാണ്, ഒരു അങ്ങനെ വിട്ടുവീഴ്ചയുടെ ഒരു രാഷ്ട്രീയം പിന്തുടരുന്ന ആളല്ല. മൊജ്തബ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ വ്യക്തിയാണ്. മാത്രവുമല്ല മൊജ്തബ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ സൈനികനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ISGRന്റെ ഒരു മധ്യനിര ഓഫീസറായിട്ട് അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അലി ഖമനിയെ പോലെ വെറും ഒരു മതപുരോഹിതൻ മാത്രമല്ല, സൈനിക യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയാവുന്ന, സൈനിക തന്ത്രങ്ങൾ സ്വായത്തമാക്കിയ ഒരു നേതാവ് കൂടിയാണ് മൊജ്തബ. അപ്പോൾ അദ്ദേഹം അയത്തുള്ള എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ 12 പേരടങ്ങുന്ന ഒരു സംഘമാണ് 12 എന്ന് പറയുന്ന ആ സംഘത്തിൽ ഏറ്റവും പ്രധാനിയായിട്ട് മൊജ്തബ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ കൗൺസിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് അലി ഖമനയുടെ ഒരു പദവി, അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി എന്നൊരു പദവി അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതിലേക്ക് മൊജ്തബ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്നിരിക്കലും ഒരു ഹാർഡ് ലൈനർ എന്ന് പറയുന്ന മൊജ്തബ അയത്തുള്ള ആയിട്ട് അല്ലെങ്കിൽ ഇറാന്റെ അടുത്ത പരമാധികാരിയായിട്ട് വരുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഒരു യുദ്ധമായിട്ട് ഈ യുദ്ധം മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതായത് അവസാനത്തെ തുള്ളി രക്തം അവശേഷിക്കുന്നവരെ പോരാടും എന്ന ഒരു പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സിദ്ധാന്തക്കാരനാണ് മൊജ്തബ. അപ്പോൾ അദ്ദേഹം ഇനി സൈന്യത്തെ നയിക്കുകയാണ്. ഇനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഇതുവരെ അദ്ദേഹം ആ സൈന്യത്തിന്റെ ആ സുപ്രധാന വിഭാഗം അയത്തുള്ള അലി ഖമനിയുടെ കീഴിലായിരുന്നു. അപ്പം മൊജ്തബ വന്നു കഴിയുമ്പോഴേക്കും ഇനി ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ, അതോ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മൊജ്തബ സമാധാനത്തിന്റെ വിളി അദ്ദേഹത്തിലേക്ക് എത്തുമോ? തന്ത്രപരമായിട്ടാണെങ്കിലും കുറച്ചുനാൾ സമാധാനം വന്നു നിൽക്കുന്നത് ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് ശ്വസിക്കാൻ ഒരു സമയം കിട്ടുമായിരിക്കാം. പിന്നെ ഞാൻ പറയാതെ പോയ ഒരു കാര്യം, ഇപ്പോൾ അമേരിക്ക ഇറാന്റെ മിസൈൽ സൈറ്റുകളെയാണ് പൂർണ്ണമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് 5 ഭൂഗർഭ മിസൈൽ സിറ്റികളാണ് ഇറാനുള്ളത്. ഈ മിസൈൽ സിറ്റികളിലാണ്
ഇറാന്റെ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മിസൈലുകൾ നമുക്ക് മിസൈൽ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം നമ്മുടെ കൈവശം വിമാനം ഉണ്ടെന്നിരിക്കട്ടെ, എയർപോർട്ടില്ലെങ്കിൽ പിന്നെ വിമാനം കൊണ്ട് എന്ത് ഫലമാണ്? കാരണം കുത്തനെ പറന്നു വരാൻ വിമാനത്തിന് പറ്റില്ലല്ലോ, റൺവേ വേണം. അതുകൊണ്ടാണ് ആധുനിക യുദ്ധത്തിൽ ആയുധങ്ങൾ മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. അപ്പോൾ ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സൈറ്റുകൾ തകർക്കുക എന്നാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എയർ സുപ്പീരിയോറിറ്റി ഉണ്ട്, കാരണം ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര കരുത്തില്ല, അല്ലെങ്കിൽ ഇറാന്റെ എയർ ഡിഫൻസിന് വേണ്ടത്ര കരുത്തില്ല. ഇത് ഇറാനെ സംബന്ധിച്ച് ഒരു ദൗർബല്യമാണ്. പക്ഷെ അതേസമയം ഇറാന്റെ കയ്യിൽ ആവശ്യത്തിന് മിസൈലുകളുണ്ട്. ഇനി ഇറാന് വേണ്ടി വന്നാൽ വേഗത്തിൽ ഒരു മിസൈൽ ലോഞ്ചിങ് സൈറ്റ് ഒക്കെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഉപഗ്രഹങ്ങളുടെ അഭാവം അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇതിനെയൊക്കെ മറികടക്കാനാണ്, അതായത് ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിസിഷൻ ലോഞ്ചിങ് നടത്താൻ പറ്റൂ. ഈ ഉപഗ്രഹങ്ങളാണ് ഇന്ന കാര്യങ്ങൾ. അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ ആകാശത്തു കൂടി ഈ വിമാനവാഹിനി കപ്പൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് നീങ്ങുന്നത് എന്നുള്ള കൃത്യമായ വിവരം കൺട്രോൾ റൂമിൽ കൊടുക്കണം. അങ്ങനെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അപ്പോൾ മിസൈലിന്റെ ഒരു പൊസിഷൻ പോസിബിൾ ആയിട്ട് ഇന്ന സ്ഥലത്തായിരിക്കും ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ കപ്പൽ, അവിടേക്ക് വേണം മിസൈൽ അയക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നീങ്ങുന്ന മിസൈൽ കപ്പലിലേക്ക്, കാരണം പല യുദ്ധക്കപ്പലുകളും മണിക്കൂറിൽ 40 നോട്ടിക്കൽ മൈൽ വരെ വേഗത അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കപ്പലുകളാണ് അമേരിക്കയുടെ. അപ്പൊ ഇത് ഈ ഇറാനെ സംബന്ധിച്ച് ഈ ശാസ്ത്രീയമായിട്ടുള്ള എക്വിപ്മെന്റിന്റെ, അതായത് ഉപഗ്രഹ നിര, പിന്നെ അതുപോലെ തന്നെ ലോഞ്ചിങ് സൈറ്റുകളുടെ, അല്ലെങ്കിൽ ആധുനിക യുദ്ധവിമാനങ്ങൾ, ആധുനിക അവാക് സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ അഭാവം അവരെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ മറികടക്കാനാണ് അവര് ഈ വരും ദിവസങ്ങളിൽ ജനങ്ങൾ വസിക്കുന്ന അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികൾ തകർക്കാൻ പോകുന്നത്. അങ്ങനെ തകർത്താൽ ഗൾഫിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കുടിവെള്ള പദ്ധതികളുടെ കേന്ദ്രങ്ങൾ അവിടെ ഒരുപക്ഷെ ഇപ്പോൾ അവർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും. അതാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ള തന്ത്രത്തിലൂടെ യുദ്ധം പൂർണ്ണമായി നിർത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതായത് അമേരിക്കയെ ഒരു സമാധാന ശ്രമത്തിലേക്ക്, സമാധാന ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നുള്ള, അതായത് ഇസ്രായേലിനെയോ അമേരിക്കയെ സമാധാന ചർച്ചകളിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമുണ്ടാകും. കാരണം കുടിവെള്ളം മുട്ടിയാൽ ഗൾഫ് അമേരിക്കയുടെ മേൽ സമാധാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തും എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷെ അത് തിരിച്ചുമാകാം. കാരണം അതോടുകൂടി ഗൾഫ് രോഷാകുലമായിട്ട് എന്താണ് ഞങ്ങളുടെ കുടിവെള്ളം വരെ മുട്ടിക്കുന്ന രീതിയിലേക്ക് ഇവർ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഇനി ഇവരെ പരിപൂർണമായിട്ട് തീർക്കുന്നവരെ ഞങ്ങൾ അടങ്ങില്ല എന്നൊരു തീരുമാനം അപ്പുറത്തെ സൈഡ് എടുത്താലോ? രണ്ടിനും സാധ്യതയില്ല. എന്തായാലും യുദ്ധം അതിന്റെ ഭീകരതയിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നന്ദി, നമസ്കാരം. നന്ദി.